ബോബിയെ എത്ര നാളേക്ക് ഓർഡർ കൂടാന്ന് വിചാരിച്ചിട്ട് നിനക്ക് എന്നും തിരക്കാം. ഓരോരോ ടെൻഷനും ഓട്ടവും കാര്യങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും പിടുത്തം കിട്ടില്ല. ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണ്? ചേച്ചി പുറത്താന്നറിയാലോ. ആ അറിയാം. നമ്മളിവിടെ പിള്ളേരുടെ കാര്യങ്ങളും അത് നോക്കിയാൽ ഇങ്ങനെ നടക്കണം. ജീവിതം ഹാപ്പിയാ. എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ആകെ ഒരാൾ ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കണത് സന്തോഷമായിട്ടിരിക്കുന്നത്. നീ അത് കഴിച്ചേ. ജീവിതം ആ ഒരു ജീവിതമുള്ളൂ, അവിടെ ആസ്വദിച്ച് ജീവിക്കുക. മതി 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 മതി. ബോബിയെ പെണ്ണു വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് സംസാരിക്കാം. ഇത് തീർക്കുന്നേ. ചേട്ടൻ പോട്ടുവാ. ഡ്യൂട്ടി കഴിഞ്ഞാ? ഓ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കമ്പനിയിലാണ്. PT മീറ്റിംഗ് ഉണ്ടായിരുന്നു, പോയിണ്ടായിരുന്നു. വീട്ടുകാരുടെ മുമ്പിൽ അവരുടെ മുമ്പിലൊക്കെ ഞങ്ങൾ ഒറ്റപ്പെട്ടാണ് ഞങ്ങൾ നിൽക്കണത്. കാരണം ഞാൻ പറയാം. അത് കറക്റ്റ് ആയിരുന്നത്. അതങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ ഓർക്കണമെങ്കിൽ ഒരു സമാധാനമില്ലാത്ത ഓട്ടമാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിലാണെങ്കിൽ അവനായിട്ട് തൂരക്കേടാണ്. അത് ഞാൻ പറഞ്ഞോണ്ട് കേട്ടാ, പറയാം. നീ ഒന്ന് പെട്ടെന്ന് എത്താൻ നോക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുണ്ടായെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ ആ വീട്ടിൽ കാര്യങ്ങൾ പോയാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നന്നായിട്ട് ജീവിക്കണമെന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് ചെയ്യില്ലല്ലോ. ശരിട്ടാ. ഞങ്ങളിപ്പോൾ ഓരോന്നിനും ഞങ്ങൾ ഉണ്ടാക്കണ കാര്യങ്ങളല്ലേ ഉള്ളൂ. നിങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? ഇത് ഇത്ര ദിവസം എവിടെയായിരുന്നു? നാട്ടിലെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. എല്ലാ വിശേഷവും നിങ്ങളുടെ അടുത്തല്ലേ ഞാൻ പറയാറ്. ഒരു സമാധാനമില്ലാത്ത ഓട്ടമാണ് ഇപ്പോൾ ഓടിക്കുന്നത്. വീട്ടിലാണെങ്കിൽ അവനായിട്ട് തൂരക്കേടാണ്. എത്ര കാലമായത് ഞാനിത് അനുഭവിച്ചോണ്ടിരിക്കല്ലേ. ഞാൻ മാത്രമല്ല ഇതിനോട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നീ എന്താ കാണിക്കുന്നേ? കരച്ചിലും ഒച്ചപ്പാടും ബഹളവും. നീ ആരോട് സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ അപ്പച്ചൻ്റെ അടുത്ത്. അതിന് അപ്പച്ചൻ മരിച്ചിട്ട് 10-30 കൊല്ലായില്ലടാ. പക്ഷെ ഞാൻ അപ്പച്ചനായിട്ട് എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട്. എൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നു. ഈ ഒറ്റയ്ക്കൊന്നും സംസാരിക്കാൻ നിനക്ക് പ്രാന്താണ്. ഈ ഭ്രാന്ത് എൻ്റെ കൂടെ ഉള്ള കേട്ടാ.